പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒടുവിൽ വന്നത് MTയുടെ നവതിക്കായിരുന്നു. അന്നിവിടെ ഈ മുൻനിരയിൽ MT ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞു എന്നതായിരുന്നു അന്നത്തെ ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ മുഴുവൻ ജീവിതത്തിൻ്റെയും ഒരു ധന്യ നിമിഷം. ഇപ്പോൾ നമ്മുടെ കൂടെ MT ഇല്ല, പക്ഷേ ആ ഒരു സാന്നിധ്യത്തിൽ നമുക്കിവിടെ എവിടെയൊക്കെയോ നിങ്ങൾ എന്നെപ്പോലെ തന്നെ എവിടെയൊക്കെയോ അദ്ദേഹത്തെ അനുഭവിക്കുന്നുണ്ട്, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മകൾ അനുഭവിക്കുന്നുണ്ട്. ആ ഓർമ്മകളുടെ സാന്നിധ്യമുണ്ട്. അദ്ദേഹം മരിച്ചു എന്ന് പോലും ഒരു പരിധിവരെ നമ്മളൊന്നും അംഗീകരിക്കുന്നില്ല മനസ്സുകൊണ്ടെങ്കിലും. അങ്ങനെ ഒരാൾ ഇല്ലാതാകുന്ന ഭാഷയിലൊരവസ്ഥയെക്കുറിച്ച് നമ്മൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ 70ാമത്തെ പിറന്നാൾ തൊട്ടൊക്കെ നമ്മൾ ആശങ്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എങ്കിൽ പോലും നമ്മളതൊന്നും അംഗീകരിക്കുന്നില്ല. വ്യക്തിപരമായിട്ട് ഉള്ള ഓർമ്മകളിൽ നിന്ന് തന്നെ ഒരു ചടങ്ങ് പോലെ തുടങ്ങാം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേര്, ഒരുപക്ഷെ എഴുത്തച്ഛനേക്കാൾ മുമ്പേ കേൾക്കുന്ന പേര് MT എന്നുള്ളതാണ്. എൻ്റെ അമ്മ MTയുടെ സഹപാഠിയായിരുന്നു വിക്ടോറിയ കോളേജിൽ. അന്ന് ദാരിദ്ര്യം കാരണം അമ്മയ്ക്ക് ഇൻ്റർമീഡിയറ്റ് അവസാനിപ്പിച്ച് പോരേണ്ടി വന്നു. പക്ഷെ അമ്മയുടെ ഒരു ഇരട്ട സഹോദരൻ, അല്ലെങ്കിൽ അമ്മയുടെ ചെറിയമ്മയുടെ മകൻ എന്ന് തന്നെ പറയാവുന്ന ഒരാൾ, രാജഗോപാൽ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം MTയുടെ സഹപാഠിയായിരുന്നു. അപ്പോൾ ആ MTയുടെ ആദ്യത്തെ കഥാസമാഹാരം രക്തം പുരണ്ട മൺതരികൾ അന്ന് വിക്ടോറിയ കോളേജ് കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പം എൻ്റെ അമ്മ വിവാഹിതയായിട്ട് വരുമ്പോൾ, അത് തന്നെ TTCക്ക് ഇൻ്റർമീഡിയറ്റ് അവസാനിപ്പിച്ച് TTCക്ക് പോയെങ്കിലും വിവാഹശേഷം ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നപ്പോൾ അമ്മ കയ്യിൽ കരുതിയിരുന്നത് ഈ രക്തം പുരണ്ട മൺതരികളുടെ ഒരു കോപ്പിയാണ്. അതായിരുന്നു ഏക സ്ത്രീധനം എന്ന് എൻ്റെ അച്ഛൻ കളിയായിട്ട് പറയാറുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേര് MT വാസുദേവൻ നായരുടേതാണ്. അത് കഴിഞ്ഞ് ഞാനൊരു മുതിർന്നവരുടെ ഒരു കൂട്ടത്തിൽ എൻ്റെ കഥ അച്ചടിച്ചു വരുന്നത്, ഞാനും ഷീജ വക്കവുമൊക്കെ മാതൃഭൂമി വിശ്വപതിപ്പ് സാഹിത്യ മത്സരത്തിൽ സമ്മാനം കിട്ടിയിട്ടാണ് ഞങ്ങളുടെ കഥയും കവിതയും ഒക്കെ മുതിർന്നവരുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് അച്ചടിച്ചു വരുന്നത്. അത് MT വാസുദേവൻ നായർ പത്രാധിപരായിരിക്കുമ്പോൾ മാതൃഭൂമി ആഴ്ചപതിപ്പിലെ 94ലാണ്. കുറേ വർഷങ്ങൾ അത് നടത്തിയിരുന്നു. 94 അത് പുനരാരംഭിച്ചപ്പോഴാണ്, വർഷങ്ങൾക്ക് ശേഷം ഒരു 10-15-20 വർഷത്തോളം കഴിഞ്ഞിട്ടാണത് പുനരാരംഭിക്കുന്നത്. അതിന് മുമ്പ് NS മാധവനും അക്ഷിതയും TV കൊച്ചുബാവയും ഐമനം ജോണും N പ്രഭാകരനുമൊക്കെ ആ സമ്മാനം കിട്ടി വന്നവരാണ്. അങ്ങനെ പുനരാരംഭിച്ച് അപ്പോൾ ആ 94ലാണ് പുനരാരംഭിക്കുന്നത്. ആ വർഷത്തെ എനിക്കായിരുന്നു കഥയിൽ 2ാം സ്ഥാനം, സുഭാഷ് ചന്ദ്രനായിരുന്നു 1ാം സ്ഥാനം. ഞാനിപ്പോൾ ആലോചിച്ച് ഒടുവിലത്തെ കഥാസമാഹാരം മനുഷ്യാലയ ചന്ദ്രികയുടെ ആമുഖമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അന്ന് ഒരു പക്ഷേ MT വാസുദേവൻ നായരുടെ നേതൃത്വത്തിലുള്ള പത്രാധിപ സമിതി വിശ്വപതിപ്പ് സാഹിത്യ മത്സരം പുനരാരംഭിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ കഥാകാരിയാകുമോ എന്ന സംശയമുണ്ട്. എൻ്റെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന എൻ്റെ അമ്മയെപ്പോലെ തന്നെ ഒരു പരാജയപ്പെട്ട കഥാകാരി തന്നെ ആകുമായിരുന്നു ഞാൻ എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട്. അങ്ങനെ വ്യക്തിപരമായിട്ട് ഇത്തരത്തിലുള്ള 2 അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് MT എന്നുള്ള വൈവിധ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. MTയുടെ കഥയെക്കുറിച്ചോ നോവലിനെക്കുറിച്ചോ ഒക്കെ ഞാനിനി പറയുന്നത് എനിക്ക് തോന്നുന്നു അധികപ്പറ്റാകും. ഒരുപക്ഷെ നമ്മുടെയൊക്കെ രക്തത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ തന്നെ അത് ലയിച്ച് ചേർന്ന് കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ പുതുതായിട്ട് എന്തെങ്കിലും പറയുന്നത് അധികപ്പറ്റായിരിക്കും. പക്ഷേ ഞാൻ ഈ ദിവസങ്ങളിൽ അത്രയും അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിൽ കൂടെ കടന്നുപോയി. പൊതുവെ എഴുത്തുകാരെല്ലാം നേരിടുന്നൊരു വലിയ പ്രതിസന്ധിയാണ്. ഇവരുടെ ഒരു 2-3 അഭിമുഖം ചേർത്ത് വെച്ചാൽ, അല്ലെങ്കിൽ അവരുടെ 3-4 അഭിമുഖം വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുതുതായിട്ട് പറയാൻ പലപ്പോഴും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ MTയുടെ കഴിഞ്ഞ ഒരു 50 വർഷത്തിൽ കൂടുതലുള്ള കാലഘട്ടങ്ങളിലെ അഭിമുഖങ്ങൾ വായിച്ചു. ഈ അഭിമുഖങ്ങളിലൊന്നും ഒരു കാര്യവും, ചിലതൊക്കെ ഇപ്പോൾ എഴുത്തിൻ്റെ എങ്ങനെ തുടങ്ങിയെന്ന് അഭിമുഖകാരൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടികൾക്കൊക്കെ സമാനതയുണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹം ഒരു പത്രപ്രവർത്തകയുടെ കാഴ്ചപ്പാടിലൂടെ ഞാൻ അഭിമുഖങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അമ്പരപ്പെടുത്തുന്ന വൈവിധ്യമാണ് അഭിമുഖങ്ങൾക്ക്. അത് അദ്ദേഹത്തിൻ്റെ പരന്ന വായനയുടെ, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അദ്ദേഹം അവസാന കാലത്ത് പോലും
36 പേജുകൾ വായിച്ചിരുന്നു. തൻ്റെ ഓഫ്താൽമോളജിസ്റ്റിനോട് എനിക്ക് അതിൽ കൂടുതൽ വായിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞിരുന്നു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ ചെന്നൈയിലെ ബുക്ക് സ്റ്റാൾ, സ്ട്രീറ്റിലെ ബുക്ക് സ്റ്റാളിലൊക്കെ അദ്ദേഹം പോയിരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അങ്ങനെ പക്ഷേ ആ അമ്പരപ്പിക്കുന്ന വൈവിധ്യമാണ്. എനിക്ക് ചെറുപ്പത്തിൽ നമ്മളെല്ലാവരെയും പോലെ തന്നെ നിങ്ങളെല്ലാം വായിച്ചു തുടങ്ങുന്നത് ഒരുപക്ഷെ ബാലപ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് MT സാഹിത്യം തന്നെയായിരിക്കും. പക്ഷേ അടുത്ത ഘട്ടത്തിൽ നമ്മൾ പിന്നീട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും MT സാഹിത്യത്തിലേക്ക് ചെല്ലുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് MTയുടെ ഗദ്യമാണ്. 2 MTയുടെ പ്രസംഗങ്ങളാണ്. MTയുടെ ശബ്ദം നമുക്കൊക്കെ അറിയാം, അത്ര സുന്ദരമായ ശബ്ദമൊന്നുമല്ല. പക്ഷേ ആ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾക്ക് അസാധ്യമായ ചൈതന്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ആത്മബലത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും ഒക്കെ കരുത്ത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ നമുക്കിപ്പം ഷെർലക്ക്, അപ്പുണ്ണി മുതൽ ഷെർലക്ക് വരെ നീണ്ട കഥാപാത്രങ്ങളിലെല്ലാം അവരെല്ലാം ഈ ഷെർലക്ക് എന്നുള്ള പൂച്ച ഉൾപ്പെടെ അപ്പുണ്ണിയുടെ ഉൾപ്പെടെ ജീവിതം എന്നുള്ള ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ് MTയുടെ കഥാപാത്രങ്ങളെല്ലാം. അതിനൊരു കൃത്യമായൊരു പാറ്റേൺ പലപ്പോഴും ഉണ്ട്. അത് എന്താ പറയുക, കല്ല് നാട്ടി കാറ്റ് മറച്ച പെരുന്തച്ഛനാണെങ്കിലും, തലകീഴായ തൻ്റെ മകനിലേക്ക് ഉളിയെറിഞ്ഞ പെരുന്തച്ഛനാണെങ്കിലും, എന്താ പറയുക, എന്നും രണ്ടാമനായി മാത്രം പരിഗണിക്കപ്പെട്ടിരുന്ന ഭീമനാണെങ്കിലും, നമ്മുടെ കാലത്തിലെ സേതുവാണെങ്കിലും, ഇവരൊക്കെല്ലാം ഒരു പൊതു പാറ്റേൺ ഉണ്ട്. അവർ എന്താ പറയുക, അവഗണനയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ ഒരു കുട്ടിക്കാലം, പിന്നീട് പിടിച്ചടക്കലിൻ്റെയും പിടിച്ചു വാങ്ങലിൻ്റെയും പോരാട്ടങ്ങളുടെയൊക്കെ ഒരു യൗവനം, അവസാനം ഇതെല്ലാം നിരർത്ഥകമാണെന്ന് തിരിച്ചറിഞ്ഞുള്ളൊരു മടക്കം, ഇതൊക്കെ MTയുടെ എല്ലാ കഥാപാത്രങ്ങൾക്കും സമാനമായിട്ടുണ്ടാവും. ഇതിൽ നിന്നൊക്കെ ഇപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ, ഓരോ തവണ പാരായണം ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങളും പ്രസംഗങ്ങളും വ്യത്യസ്തങ്ങളാണ്. അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയ സമയത്ത് എൻ്റെ ഭർത്താവ് മോഹൻലാലായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ മലയാള മനോരമയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ പിന്തുടർന്നു. ഈയിടെ ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളുടെ ഒരു പുസ്തകം വായിച്ചപ്പോൾ അന്ന് അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ട്. ഈ തുഞ്ചൻ പറമ്പിനെ കുറിച്ച് പോലും അദ്ദേഹം പറയുന്നുണ്ട്, 2ാം ഊഴത്തിന് ശേഷം ഞാൻ വേറെ നോവലൊന്നും എഴുതിയിട്ടില്ല. അതിൻ്റെ പ്രധാന പ്രശ്നം തുഞ്ചൻ പറമ്പാണ് ഇനി എൻ്റെ പ്രധാന ലക്ഷ്യം. ഇപ്പോൾ 23 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അതുപയോഗിച്ച് കാട് പിടിച്ച് കിടന്ന തുഞ്ചൻ പറമ്പിൽ കൂടുതൽ പരിശ്രമങ്ങൾ വേണം എന്ന്. ആ പരിശ്രമങ്ങളുടെ ഒരു ശക്തമായൊരു തെളിവാണ് നമ്മളൊക്കെ ഇന്ന്. അന്നത് അദ്ദേഹത്തിന് പലതരത്തിലുള്ള വിമർശനങ്ങളെയൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു പരിശ്രമങ്ങളുടെ ഒരു ഫലമാണ് ഇന്ന് നമ്മളിവിടെ കാണുന്നത്. അന്ന് അദ്ദേഹം, നമ്മൾക്കൊക്കെ അറിയാം, കണ്ണാന്തളിപ്പൂക്കൾ, താന്നിക്കുന്ന്, മലമക്കാവ്, നിള, തൂതപ്പുഴ, കുന്തിപ്പുഴയും ചേരുന്ന നിള, അങ്ങനെ മലയാളിയുടെ നിഘണ്ടുവിലേക്ക്, ഓരോ മലയാളിയുടെയും നിഘണ്ടുവിൽ ഇന്ന് ഈ വാക്കുകളുണ്ട്. നമുക്ക് അത്രയേറെ പരിചിതമാണ് ആ വാക്കുകൾ. നമ്മൾ MTയെക്കുറിച്ച് പറയുമ്പോൾ ആരും ഭാരതപ്പുഴ എന്ന് പറയില്ല, എല്ലാവരും നിള എന്നേ പറയും. ആ MTയുടെ നിള കാണാൻ വേണ്ടി അന്ന് MT നിളയുടെ തീരത്ത് പണിത വീടിനെക്കുറിച്ചൊക്കെ അഭിമുഖത്തിൽ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ജ്ഞാനപീഠം കിട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ വരുമ്പോൾ അഭിമുഖകാരരൊക്കെ കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു മുഖമാണ്. അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ തറവാട് മുടിക്കാൻ വേണ്ട കാരണവന്മാരെല്ലാം തറവാട് മുടിച്ചവരാണ്. പക്ഷേ മാടത്ത് തെക്കേപ്പാട്ട് തറവാട്ടിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ സ്നേഹവാനായ കാരണവരാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുവായ MT രവീന്ദ്രനോട് എന്നാണ് വെപ്പും തീനും തുടങ്ങിയോ എന്ന് ചോദിക്കുന്നു. ഉത്തരേന്ത്യയിലെ വലിയ ജോലി കളഞ്ഞു വന്ന അപ്പുണ്ണിമേനോനെ കുറിച്ച് പറയുന്നു. ഈ അപ്പുണ്ണിമേനോന് വരുന്ന ഹിന്ദു ആണ്. അദ്ദേഹം പോസ്റ്റ്മാൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് നേരം കൊണ്ട് വാങ്ങിയെടുത്ത് അപ്പുണ്ണിമേനോൻ്റെ വീട് വരെ ഉള്ള സമയം കൊണ്ട് ഹിന്ദു വായിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു വായനയുടെ ഒരു കുട്ടിക്കാലം തന്നെ തുടങ്ങുന്നത്. അപ്പം അന്ന് ഈ ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ള ജന്മനാട്ടിലെത്തുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മറ്റാരുടെയും സ്വീകരണം ഏറ്റുവാങ്ങുന്നില്ല, എനിക്ക് എൻ്റെ ഗ്രാമത്തിലെ സ്വീകരണം മാത്രം മതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശുഗപുരം കുളങ്ങര ദേവി ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടുത്തെ നിർമാല്യത്തിൽ അണിയിച്ച
മാല കൊണ്ടാണ് ആളുകൾ അദ്ദേഹത്തെ ചാർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അപ്പോൾ വരുന്ന വഴിയിൽ ഇങ്ങനെ തിറയും പൂതവും ഒക്കെ കടന്നു വരികയാണ്. അപ്പോൾ ആരോ വണ്ടിയിലിരുന്ന് പറയുന്നുണ്ട്, ഈ തിറയും പൂതവും വരുന്നത് ഐശ്വര്യത്തിൻ്റെ സൂചനയാണ്. അപ്പോൾ KL മോഹനവർമ്മ അതാ പ്രസംഗച്ചടങ്ങിൽ പറയുന്നുണ്ട്, എന്നോട് മഹാശ്വേത ദേവി ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ MT ചിരിക്കാത്തത് എന്ന്. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കൂടല്ലൂരിലുള്ള ജനത്തെ കാണുമ്പോൾ മാത്രമേ ചിരിക്കൂ എന്ന്. അങ്ങനെ അവിടെ അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട്, നിർമാല്യത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ വളരെ എന്താ പറയുക, കറൻറ്റ് വൈദ്യുതി പോലും അന്ന് വേണ്ടത്ര ഇല്ല, ഒറ്റ ക്യാമറയേ ഉള്ളൂ. ജനറേറ്ററൊക്കെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ആ ഗ്രാമത്തിൽ കൃഷിക്കുള്ള വെള്ളമൊക്കെ അടിച്ചു എന്ന് ഉറപ്പാക്കി അർദ്ധരാത്രിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ്, അതിൻ്റെ നിർമാല്യത്തിൻ്റെ ഷൂട്ടിംഗ്. അപ്പോൾ അന്ന് അതിൻ്റെ ഫലം കണ്ടു. വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ ഗ്രാമത്തിലൊരു ക്ലബിന് പോലും നിർമാല്യം എന്നാണ് പേര്. ആ ഗ്രാമത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നിർമാല്യം സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ യാത്രയിൽ ഒരു വെളിച്ചപ്പാടിനെ കാണുന്നുണ്ട്. അപ്പോൾ വെളിച്ചപ്പാടിനെ കാണുമ്പോൾ ഗോപാലൻ നായർ എന്ന് പറയുന്ന ആളാണ്. ആ ഗോപാലൻ നായരാണ് PJ ആൻ്റണിയെ എങ്ങനെയാണ് വെളിച്ചപ്പാടിൻ്റെ ശരീരഭാഷ, വെളിച്ചപ്പാട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഉറൂബിന് ചെറുപ്പത്തിൽ വെളിച്ചപ്പാടാവാനായിരുന്നു ഇഷ്ടം. അപ്പോൾ അദ്ദേഹം പറയാണ്, ഓരോ എഴുത്തുകാരനും യഥാർത്ഥത്തിൽ വെളിച്ചപ്പാടാണ്. അവർ പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ മുൻകൂട്ടി നടത്തുന്ന, അല്ലെങ്കിൽ ഈശ്വരൻ്റെ നാക്കായിട്ട് മാറുന്ന വെളിച്ചപ്പാടുകളാണ്. അപ്പോൾ ഉറൂബ് ചെറുപ്പത്തിൽ വെളിച്ചപ്പാടാവാൻ ആഗ്രഹിച്ചിരുന്നത് ഒരുപക്ഷെ ആ ഒരു സിദ്ധി, എഴുത്തിൻ്റെ സിദ്ധി കൂടി അദ്ദേഹത്തിൽ ചേർന്നതുകൊണ്ടാവും. ഇത് പറയുമ്പോഴാണ് MTയുടെ പ്രസംഗങ്ങളെക്കുറിച്ച് പറയുന്നത്. MT നമ്മുടെ ശിഹാബ് തങ്ങൾ മരിച്ചപ്പോൾ നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. അത് നമ്മൾ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലുമൊക്കെ നിർബന്ധമായിട്ടും പഠിപ്പിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നത്, ശിഹാബ് തങ്ങളെക്കുറിച്ച് 1-2 വാചകത്തിൽ തുടങ്ങിയിട്ട് അദ്ദേഹം പറയുന്നത് മുഴുവൻ ഫാസിസ്റ്റുകളായിട്ടുള്ള ഭരണാധികാരികളെ കുറിച്ചിട്ടാണ്. അധികാരികൾ ഇത്തരത്തിൽ അധികാരം കിട്ടുമ്പോൾ അവരേറ്റവും ആ അധികാരം നിലനിർത്താൻ വേണ്ടി ജനങ്ങളെ എങ്ങനെ നേരിടുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ശ്രീലങ്കയിൽ സിഗ്രിയ എന്ന് പറയുന്ന ഒരു കോട്ടയുണ്ട്. അവിടെ കശ്യപൻ എന്ന് പറയുന്ന രാജാവ് പിതാവിനെ കൊന്നിട്ടാണ് അധികാരം പിടിച്ചെടുക്കുന്നത്. അവിടേക്ക് മറ്റാരും കടന്നു വരാതിരിക്കാൻ വേണ്ടി ചുറ്റിനും കിടങ്ങുകൾ തീർത്തിട്ട് ആ കോട്ടയിലേക്ക് കടക്കാൻ 1-2 പേർക്ക് മാത്രം കടക്കാവുന്ന വഴിയാണ് അദ്ദേഹം ഒരുക്കിയത്. അതുപോലെ തുഗ്ലക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ചരിത്രം വിഡ്ഢിയെന്ന് ആക്ഷേപിക്കുന്ന തുഗ്ലക്കിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. തുഗ്ലക്കിനെ കുറിച്ച് നമ്മൾ വിഡ്ഢി എന്ന് പറയുന്നു, പക്ഷെ അദ്ദേഹം ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിനടുത്തേക്ക് എത്തണമെങ്കിൽ 3 വാതിലുകൾ കടന്നു വേണം അങ്ങോട്ട് ചെല്ലാൻ. അപ്പോൾ ഈ 3 വാതിലുകൾക്ക് ചുറ്റും അദ്ദേഹം അതിന് തലേന്നും 3 ദിവസങ്ങളായിട്ട് കൊലപ്പെടുത്തിയ, അദ്ദേഹത്തിനെ എതിർക്കാൻ തുടങ്ങുന്ന ശബ്ദങ്ങൾ, അല്ലെങ്കിൽ എതിർക്കുമെന്ന് സംശയിക്കുന്ന ശബ്ദമുള്ള മനുഷ്യരുടെ എല്ലാം ജഡങ്ങൾ അവിടെ നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം തുഗ്ലക്ക് അധികാരം ഉറപ്പിച്ചിരുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ഹിറ്റ്ലറിനെ കുറിച്ച്. ഹിറ്റ്ലർ ജർമ്മനിയിലെ ബിയർ ഹാളിൽ കുറച്ചു പേരുടെ മുമ്പിൽ മാത്രം ആര്യവംശം ലോകം ഭരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഹിറ്റ്ലറുടെ 10-15 പേര് മാത്രമുള്ള ബിയർ ഹാളിൽ അങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഹിറ്റ്ലർ പിന്നീട് എങ്ങനെയാണ് ലോകമഹായുദ്ധം പോലുള്ള ഭയാനകമായ ഒരവസ്ഥയിലേക്ക് ലോകത്തെ കൊണ്ടെത്തിച്ചതെന്ന് അദ്ദേഹം ചുരുക്കത്തിൽ ശിഹാബ് തങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ശിഹാബ് തങ്ങൾ എങ്ങനെയാണ് ബാബറി മസ്ജിദ് തകർന്നപ്പോൾ കേരളത്തെ മതേതരമായ ഒരു വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോയത്, അല്ലെങ്കിൽ ഒരു ഭയാനകമായ ഒരവസ്ഥയിലേക്ക് പോകാതെ കേരളത്തിൻ്റെ മതേതര സമൂഹത്തെ ഒറ്റക്കെട്ടായി നിർത്തിയത് എന്ന് പറയാൻ അദ്ദേഹം ലോകം മുഴുവനുള്ള വിൻസെൻ്റ് ഗോമസിനെ കുറിച്ച്, അങ്ങനെ പല ഭരണാധികാരികളെക്കുറിച്ച്, അതായത് താൻ മുടന്തനായതുകൊണ്ട്
തൻ്റെ നാട്ടിലെ പ്രജകളുടെ എല്ലാം കാല് തല്ലി ഒടിച്ചിരുന്ന, അല്ലെങ്കിൽ തന്നെ പോലെ മുടന്തി നടക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഏകാധിപതികളെക്കുറിച്ച്, അതുപോലെ താൻ മരിച്ചു എന്ന് ലോകത്തെ അറിയിച്ച് ലോകമെല്ലാം അതിൽ തൻ്റെ രാജ്യമെല്ലാം അതിൽ ആഹ്ലാദിക്കുന്നു എന്നറിഞ്ഞ നിമിഷം ആ ആഹ്ലാദിച്ച മനുഷ്യരെ മുഴുവൻ വെടിവെച്ചു കൊന്ന ഭരണാധികാരികളെ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് ഒരു അധികാരം മനുഷ്യനെ എത്ര കണ്ട് ജനങ്ങളിൽ നിന്ന് അകറ്റുന്നു, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അധികാരി എങ്ങനെ അകലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശിഹാബ് തങ്ങൾ എങ്ങനെയാണ് സ്നേഹത്തിൻ്റെ ഒരു അധികാര ലോകം സൃഷ്ടിച്ചതെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജനങ്ങൾ സ്നേഹിക്കുന്നതെന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ മനോഹരമായ പല പല പ്രഭാഷണങ്ങൾ, ഉദാഹരണത്തിന് ഫെമിനിസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് സാറ ടീച്ചറിൻ്റെ പാപത്തറയുടെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുമ്പോൾ പറയുന്നത്, അങ്ങനെ മനോഹരമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ സത്യത്തിൽ കേരളത്തിലെ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ സർവകലാശാലകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ കഥയും നോവലുകളുമൊക്കെ പഠിക്കുന്നുണ്ട്. നിർബന്ധമായിട്ടും അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളും ഓർമ്മക്കുറിപ്പുകളും കൂടി പഠിക്കണം. പ്രത്യേകിച്ച് അദ്ദേഹം വായനയെക്കുറിച്ച് പറയുന്നത്, വായനയുടെ ആദ്യത്തെ നമ്പ്യാർ മാസ്റ്ററെ കുറിച്ച്, നമ്പ്യാർ മാസ്റ്റർ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ വായിച്ച് എങ്ങനെയാണ് രസിപ്പിച്ച് വായനയുടെ ലോകത്തേക്ക് കുട്ടികളെ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വായനയുടെ ഒരു വിശാലമായ ലോകത്തെക്കുറിച്ച് അദ്ദേഹം മലയാളത്തിൽ നടത്തിയ പുസ്തകങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച്, വി.ടി. ഭട്ടതിരിപ്പാടിനെക്കുറിച്ച്, അതാണ് ഏറ്റവും മനോഹരമായ മറ്റൊരു ലേഖനം. അദ്ദേഹം പറയുന്നു, എം.ജെ. അക്ബർ കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെക്കുറിച്ച് ഒരു ലേഖനം എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വി.ടി. ഭട്ടതിരിപ്പാടിനെ കുറിച്ചാണ് എഴുതിയത്. എന്താണ്? അഗ്നിപർവ്വതം ഉറങ്ങുന്നില്ല എന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട്. വി.ടിയെപ്പോലെ യാത്ര നടത്തിയ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി യാത്ര നടത്തിയ ഒരു മനുഷ്യരെക്കുറിച്ച് അദ്ദേഹം ഏറ്റവും മനോഹരമായ ഒരു പ്രസംഗമാണ് വി.ടിയുടെ പ്രസംഗവും. അതുപോലെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച്, ഫെമിനിസത്തെക്കുറിച്ചൊക്കെയുള്ള എം.ടിയുടെ കാഴ്ചപ്പാടുകൾ നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ജെൻഡർ പൊളിറ്റിക്സൊക്കെ പഠിക്കുമ്പോൾ വളരെ എല്ലാവരും റെഫർ ചെയ്യേണ്ട അത്ര മനോഹരമായ ഒരു കാലമാണ്. പിന്നെ മറ്റൊന്ന്, അദ്ദേഹം ഈ ഭാഷയ്ക്ക് വേണ്ടി നിലകൊണ്ട ഒരവസ്ഥയാണ്. എപ്പോഴും അദ്ദേഹം എല്ലാ പ്രസംഗങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രാൻസിലെ സുഹൃത്ത് പറയുന്നുണ്ട്, എൻ്റെ മകൻ ഡോക്ടറാവാനുള്ള പഠനത്തിലാണ്, പക്ഷേ അവിടെ ഫ്രാൻസിൽ ഡോക്ടറാവുന്നതിന് മുമ്പ് ഫ്രഞ്ച് സംസ്കാരവും ഭാഷയും നിർബന്ധമായിട്ടും പഠിക്കണം. പക്ഷെ മലയാളികൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഭാഷാ സ്നേഹം ഇല്ലാത്തതെന്ന് അദ്ദേഹം നിരന്തരം ചോദിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ കൂടല്ലൂരിനെ കുറിച്ച് മാത്രം എഴുതുന്നത്? അദ്ദേഹം പറയുന്ന ആ മറുപടി നമുക്ക് ഓരോ മലയാളിക്കും നമ്മുടെ ചില മുദ്രാവാക്യങ്ങൾ പോലെ കാണാതെ അറിയുന്നതാണ്. അറിയാത്ത അത്ഭുതങ്ങൾ ഉള്ളിൽ വഹിക്കുന്ന സമുദ്രത്തേക്കാൾ എനിക്കിഷ്ടം എൻ്റെ നിളാനദിയാണ്. അപ്പം നമുക്കതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഓർക്കുന്ന ചില എം.ടി വാക്കുകളുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ മലയാളികളിൽ പലരും പ്രവാസികളാണ്. വിദേശത്തേക്ക് പോകുന്ന ഓരോ മലയാളിയും എം.ടിയുടെ ഒരു അസുരവിത്തല ഗോവിന്ദൻകുട്ടിയുടെ വാക്ക് പറഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരാനായിട്ട് യാത്ര ആരംഭിക്കുകയാണ് എന്ന്. പലപ്പോഴും സ്വാർത്ഥരായിട്ടുള്ള നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെക്കുറിച്ച് നമ്മൾ പറയും, സേതു എന്നും ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, സേതുവിനെ മാത്രം എന്ന്. ഞങ്ങളുടെ നാട്ടിലെ ഒരു കുമരഞ്ചിറ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ ഒരു കുന്നിറങ്ങി ആ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ എന്നും ഓർക്കുന്ന ഒരു എം.ടി വാക്കുണ്ട്. നമ്മൾ യൗവനത്തിലൊക്കെ പലപ്പോഴും നമുക്ക് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്ക വരും. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ ഭഗവതിയോട് നമുക്കൊരു സഹോദര നിർവിശേഷമായ സ്നേഹമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ എന്നും ഓർക്കും, ഈശ്വരനുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കൊടിക്കുന്നത്തുകാവ് ഭഗവതി ഉണ്ട് എന്നുള്ളത് എനിക്ക് തർക്കമില്ലാത്ത കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
ഒരു വെളിച്ചപ്പാടിൻ്റെ കഥ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചേട്ടനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ചേട്ടനാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നേർച്ചയുമായിട്ട് കൊടിക്കുന്നത്തുകാവ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ആ ചേട്ടൻ നാട്ടിലെ മരണത്തിൻ്റെ ഒരു ആളായിട്ടാണ് കരുതുന്നത്. ആരെങ്കിലും മരിക്കാൻ കിടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അങ്ങനെ ഇരിക്കുമ്പോൾ മരിക്കാൻ കിടക്കുന്നത് മുതൽ മരണാനന്തര ചടങ്ങുകൾ വരെ ഈ ചേട്ടൻ ഒരു ദിവസം ബാക്കിയുള്ള സമയം മുഴുവൻ അദ്ദേഹം മദ്യപിച്ചാണ് മദ്യപിച്ച് ബോധം കെട്ട് കിടക്കും. അദ്ദേഹം ഒരിക്കൽ അവരുടെ നാട്ടിലെ കവലയിൽ അദ്ദേഹം മരിച്ചു കിടക്കുകയാണ്. മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തെ ആരും ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം തന്നെ പിന്നീട് പറയും, ശിലാലിഖിതത്തിലൊക്കെ പറയുന്നുണ്ട്, നമ്മൾ ഗ്രാമ നന്മയെക്കുറിച്ച് മാത്രം പറയുന്നു, ഗ്രാമത്തിൻ്റെ ഇരുണ്ട മറ്റൊരു വശത്തെക്കുറിച്ച് അദ്ദേഹം അവസാന കാലത്തൊക്കെ എഴുതിയിരുന്നു. പക്ഷേ ഈ ചേട്ടൻ പത്മനാഭൻ എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല, എല്ലാവരും അതിലേ കടന്നു പോകുന്നു. എല്ലാവരും വിചാരിച്ചു അദ്ദേഹം മദ്യപിച്ച് ബോധം കിട്ടുറങ്ങുകയാണ്. പക്ഷെ അദ്ദേഹം മരിച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ മരണത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ മരണനിമിഷങ്ങളിലൊക്കെ കൂട്ടിരുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയും, തള്ളയ്ക്ക് വയ്യ, നീയൊന്ന് പോയി കാണണം വാസു എന്ന് പറയും. ഇവിടെ തള്ള എന്ന് പറയുന്നത് ഭഗവതിയെയാണെന്നാണ് അദ്ദേഹം വളരെ കൗതുകത്തോടു കൂടി പറയുന്ന മറ്റൊരു കാര്യം. അതുപോലെ അദ്ദേഹം നിളയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, MT യെക്കുറിച്ച് പറയുമ്പോൾ ആരും ഭാരതപ്പുഴ, MTയുടെ ഭാരതപ്പുഴ എന്ന് പറയില്ല. MT പറയുന്ന പോലെ നിള എന്ന് തന്നെ പറയൂ. അദ്ദേഹം പറയുന്നുണ്ട്, തുലാമാസത്തിൽ കോപാകുലയാകുന്നു, വെള്ളപ്പൊക്കം കൊണ്ട് ശ്വാസം മുട്ടിക്കുന്നു, മീനത്തിൽ ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ദരിദ്ര കുടുംബങ്ങളിലെ വീട്ടമ്മമാരെ പോലെ ദരിദ്രയായി ഒഴുകുന്നു. ഞങ്ങളുടെ നാട്ടിലെ പെൺകുട്ടികൾ മാനത്തിന് കോട്ടം തട്ടിയാൽ നിളയിൽ അഭയം തേടുന്നു. അങ്ങനെയുള്ള ഒരു നിളയുടെ ഒരു സംസ്കാരത്തെക്കുറിച്ച് എന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഭാഷയെ മറക്കുന്ന മലയാളിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വേവലാതി പോലെ അദ്ദേഹം പറയുന്ന ഈ ലേഖനത്തിൽ തന്നെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഓസ്ട്രേലിയക്കാർ പണ്ട് ബ്രിട്ടീഷ് കോളനികളിൽ നിന്ന് കുറ്റവാളികളെ നമ്മൾ ആൻഡമാനിലേക്ക് തള്ളുന്നത് പോലെ ബ്രിട്ടീഷുകാർ കുറ്റവാളികളെ കൊണ്ട് തള്ളുന്ന ഒരിടമായിരുന്നു ഓസ്ട്രേലിയ. അദ്ദേഹം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയക്ക് നല്ല ലിറ്ററേച്ചർ പലപ്പോഴും ഓസ്ട്രേലിയ പോലെ ഇത്രയും വലിയൊരു ഭൂപ്രദേശത്ത് നിന്ന് എന്തുകൊണ്ടാണ് നല്ല ലിറ്ററേച്ചർ ഉണ്ടാകാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ കുറ്റവാളികളെ കൊണ്ട് നിറഞ്ഞ ഓസ്ട്രേലിയയിൽ അവിടുത്തെ ആദിമ നിവാസികളെ ഇവർ തട്ടിക്കൊണ്ടുപോയി അവരുടെ സംസ്കാരവും അവരുടെ ഭാഷയും ഇല്ലാതാക്കുകയാണ് അവിടെ എത്തിപ്പെട്ട ഇംഗ്ലീഷ് ജനത ചെയ്തത്. അതുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരു ഭാഷയില്ലാതായി. അതുകൊണ്ട് ഭാഷയും സംസ്കാരവും ഇല്ലാത്തൊരു ജനതയ്ക്ക് സ്വന്തമായിട്ടൊരു സാഹിത്യം പോലുമില്ല. അദ്ദേഹം അത് കരീബിയൻ കവിയെക്കുറിച്ചൊക്കെ ഡെറക് വാൾക്കോട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹവും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെതായ ഒരു ഭാഷ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോളനിവൽക്കരണത്തിൽ നഷ്ടപ്പെട്ടത്. ഒരുപക്ഷെ ഇന്ന് മലയാളം ഇത്രയും സജീവമായി, നമുക്കറിയാം ഇപ്പോൾ വളരെ സജീവമായി സാഹിത്യോത്സവങ്ങളും ഒക്കെ വരുന്നൊരു സാംസ്കാരിക അന്തരീക്ഷം ഇന്ന് നമ്മുടെ മലയാളത്തിനുണ്ട്. ഈ ഒരു അന്തരീക്ഷത്തിലേക്കുള്ള ഒരു വളർച്ചയിൽ അത് എത്ര കണ്ട് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഭാവിയിൽ നമുക്ക് ഉത്തരം കിട്ടേണ്ടതാണ്. പക്ഷേ നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പറ്റം മനുഷ്യർ ഭാഷ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുന്നതിൽ MT വാസുദേവൻ നായരുടെ പങ്ക് വളരെ വലുതാണ്. അതുപോലെ അദ്ദേഹത്തിനോട് അന്ന് അഭിമുഖങ്ങളിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പുതിയ എഴുത്തുകാരുടെ സൃഷ്ടി കണ്ടാൽ നിങ്ങൾ അഭിനന്ദിക്കാറുണ്ടോ? പിന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ അനുഗ്രഹമാണോ നിങ്ങൾക്ക് കിട്ടിയ ഈ ജ്ഞാനപീഠ പുരസ്കാരം? അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മുൻ തലമുറയുടെ അനുഗ്രഹം എനിക്ക് കിട്ടി, എൻ്റെ പിറകെ വരുന്നവർക്ക് ഞാനത് കൈമാറും. ഇതൊരു നൈരന്തര്യമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പുതിയ എഴുത്തുകാരുടെ കൃതികൾ വായിച്ചിട്ട് ഒരു പക്ഷേ അവരെ വാക്കുകൊണ്ട് അഭിനന്ദിക്കുന്നുണ്ടാകില്ല, പക്ഷേ മനസ്സുകൊണ്ട് അവർക്കൊരു അനുഗ്രഹം ഞാൻ സ്വയം കൈമാറുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ MTയുടെ ആത്മകഥയിൽ എനിക്കെപ്പോഴും MT ഒരു ആത്മകഥ തന്നെയായിട്ട് എഴുതിയിട്ടില്ല,
അദ്ദേഹം ചെറിയ ചെറിയ ഓർമ്മക്കുറിപ്പുകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തെ എഴുതി രേഖയാക്കിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ ചിത്രങ്ങളുണ്ട്. ഒന്ന്, പി കുഞ്ഞിരാമൻ നായർ അദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ എന്നും മുറ്റത്തെ മാവ് അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് പൂത്ത് നിൽക്കുന്ന ആ മാവിൽ നിന്നൊരു മാമ്പൂ പറിച്ച് MT വാസുദേവൻ നായർക്ക് കൊണ്ടുകൊടുക്കും. അതൊരു വിചിത്രമായ ഒരു സ്നേഹപ്രകടനമാണ്. അപ്പം ഞാൻ ഇത് വായിക്കുമ്പോൾ പി കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകളിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു കൊടുത്തു മുടിഞ്ഞ മാവാണ്. അപ്പോൾ ഈ രണ്ട് ഇമേജുകളും ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു അസാധ്യ സൗന്ദര്യമുണ്ട്. അതുപോലെ ബഷീറിനെ കുറിച്ച് പറയുന്നുണ്ട്. ബഷീറിനോട് MT പറഞ്ഞു, MTയോട് ബഷീർ ചോദിച്ചു, നീ എന്താണ് ഇപ്പോൾ എന്നെ കാണാൻ വരാത്തത്? അപ്പോൾ MT ബഷീറിനോട് പറഞ്ഞു, ഞാനിപ്പോൾ വരാത്തത് ബേപ്പൂരിലേക്കുള്ള ബസ്സിൽ മുഴുവൻ അങ്ങയെ അഭിമുഖം ചെയ്യാൻ വരുന്നവരാണ് എന്നാണ്. അതുപോലെ എനിക്ക് ഏറ്റവും ഇപ്പം നമ്മൾ ലഹരിയുടെ ഒരു കാലമാണല്ലോ. ലഹരി, നമ്മളിപ്പോൾ പത്രവാർത്തകളിൽ മുഴുവൻ ലഹരിക്കടിമയായ ചെറുപ്പക്കാരുടെ കഥകളാണ് നിറയുന്നത്. MP ശ്രീനിവാസനെ കുറിച്ച് പറയുന്ന ഒരു ഓർമ്മയുണ്ട്. MP ശ്രീനിവാസൻ്റെ മകൻ, അദ്ദേഹവും ഭാര്യയും വളരെ ബുദ്ധിപരമായ ഔന്നത്യമുള്ള ആളുകളായിരുന്നു. അവർക്ക് ഒരു മകനുണ്ടായത് അതിനേക്കാളേറെ മികച്ച വളരെ 10 വയസ്സിന് മുൻപ് തന്നെ സാഹിത്യം മുഴുവൻ വായിച്ച് വലിയ രീതിയിലുള്ളൊരു വായനയൊക്കെ ശീലിച്ച ഒരു കുട്ടിയായിരുന്നു. MT ചെല്ലുമ്പോഴൊക്കെ അവൻ MTയോട് സാഹിത്യത്തെക്കുറിച്ചൊക്കെ, MTയെ പോലെ വലിയൊരു വായനയുള്ള മനുഷ്യനോട് സാഹിത്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന അത്ര ജ്ഞാനമുള്ള ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ ചെല്ലുമ്പോഴൊക്കെ ഈ കുട്ടിയെ കാണുമ്പോൾ MTയെ പോലെ അധികം വാക്കുകളധികം ഉപയോഗിക്കാത്ത ഒരാളെ വളരെ സ്നേഹം തോന്നുന്നൊരു കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ഈ കുട്ടി വളരെ നിശബ്ദനാകുന്നു, MTയോട് സംസാരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പെട്ടെന്ന് MP ശ്രീനിവാസൻ്റെയും ഭാര്യയുടെയും മുഖത്ത് ഒരു വലിയ വിഷാദം കടന്നു വരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞ് അടുത്ത തവണ വരുമ്പോൾ ശ്രീനിവാസൻ രഹസ്യമായിട്ട് പറയുന്നു, MP ശ്രീനിവാസൻ പറയുന്നു, അവൻ പഠിക്കാൻ പോയിടത്ത് വെച്ച് അവൻ്റെ കൂടെ ലഹരിയും കൂടെ പോന്നു. അതോടുകൂടി അവൻ ഇങ്ങനെയായി, അവൻ തകർന്നു പോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈയിടെ നമ്മൾ പത്രങ്ങളിൽ 15 വയസ്സുകാർ ലഹരി ഉപയോഗിക്കുന്നതും കേരളത്തിൽ MDMA വ്യാപകമാവുന്നതൊക്കെ വന്നപ്പോൾ ഞാൻ MP ശ്രീനിവാസൻ്റെ ആ മകനെയാണ് ഓർത്തത്. ഒരുപക്ഷെ അവൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നിപ്പോൾ ഒരു 50 വയസ്സിൻ്റെ അടുത്തൊക്കെ പ്രായം വരുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതായിപ്പോയ ഒരു വലിയ ജീനിയസിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ ആത്മകഥയുടെ പ്രത്യേകത, പൊതുവേ ഞാൻ എന്നൊക്കെ പേരിട്ട് ആത്മകഥ എഴുതുന്നവരാണ് നമ്മുടെ ഇടയിൽ. മലയാളത്തിലെ മനോഹരമായ ഒരു ആത്മകഥ തന്നെയാണ് അത്. പക്ഷെ എങ്കിൽ പോലും MTയുടെ ആത്മകഥയിൽ ഇതുപോലുള്ള ചിത്രങ്ങളാണ് കൂടുതൽ, എൻ്റെ അവകാശവാദങ്ങളല്ല. അദ്ദേഹം ആത്മകഥ എഴുതാതിരുന്നത് തന്നെ മറ്റുള്ളവരെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് അതിൻ്റെ ഒരു സൗന്ദര്യം. അപ്പോൾ മറ്റൊരു കഥയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ 10 വയസ്സിന് മുമ്പ് തന്നെ അദ്ദേഹം രചിക്കുന്ന സൃഷ്ടികളും കവിതകളൊക്കെ അക്കിത്തത്തിന് വായിക്കാൻ കൊണ്ടുകൊടുക്കും. അക്കിത്തം ചിലത് വായിച്ചിട്ട് ഭാഷ് എന്ന് പറയും, പിന്നെ ആ ഇല്ലത്ത് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും, പിന്നെ ചിലത് വായിച്ചിട്ട് അടിയിൽ വരച്ചു കൊടുക്കും. പിന്നെ എപ്പോഴോ അക്ഷരശ്ലോക മത്സരത്തിന് MTക്ക് ന എന്നുള്ള അക്ഷരം വെച്ചിട്ട് ഒരു കവിത കിട്ടുന്നില്ല. അപ്പോൾ അക്കിത്തം ഒരു കവിത ചൊല്ലിക്കൊടുത്തു, നാം മണി മുഴങ്ങിയ മാതൃഭൂമി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കവിത. അപ്പോൾ MT വിചാരിച്ചു അത് മറ്റാരുടെയോ കവിതയാണ്, ശ്ലോകമാണ് പറഞ്ഞതെന്ന്. പക്ഷേ അത് അക്കിത്തം നിമിഷ നേരം കൊണ്ട് രചിച്ച ഒരു കവിതയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ MTയെ നമ്മളൊക്കെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു വലിയ അളവ് വരെ കാരണം അദ്ദേഹത്തിൻ്റെ മൗനത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. മൗനം ഇതുപോലെ ഒരു ആർട്ടാക്കിയുള്ള മറ്റൊരാളുണ്ടോ എന്നറിയില്ല. പലപ്പോഴും വിവാദങ്ങളിലൊന്നും വിവാദങ്ങൾക്കൊന്നും തലവെച്ച് കൊടുക്കാതെ അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് 2 തരം ബുദ്ധിയുണ്ട്. പൊതുവേ എഴുത്തുകാരൊക്കെ വികാരജീവികളാണെന്ന് പറയും, വളരെ പ്രായോഗിക ബുദ്ധി കുറഞ്ഞ ആളുകളാണെന്ന് പറയും. പക്ഷേ MT വാസുദേവൻ നായരെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് 2 വശവും വളരെ സജീവമായിരുന്നു. അദ്ദേഹത്തിന് പ്രായോഗിക ബുദ്ധിയും, എങ്ങനെയാണ് തന്നെ ആയുഷ്കാലം മുഴുവൻ ആരെങ്കിലുമൊക്കെ എതിർക്കുകയും തന്നെ എതിർത്ത് ആക്ഷേപിക്കുന്നവരെ ഒറ്റ മറുപടി കൊണ്ട്, ഞാൻ കാൽക്കീഴിൽ
കീഴോട്ട് നോക്കി നടക്കണം. എൻ്റെ അമ്മ പറയും ചുറ്റും വിഷം ഉള്ള ജീവികളുണ്ട് എന്ന് പറയും എന്നൊരൊറ്റ വരികളാണ് പൊതുവെ അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകളോട് അദ്ദേഹം പറഞ്ഞ മറുപടി. അപ്പോൾ അത് ഇത്തരത്തിലുള്ള മൗനം കൊണ്ടും തൻ്റെ വിവാദങ്ങളിലൊന്നും ചെന്ന് ചാടാതെയും വേണ്ടിടത്ത് മാത്രം വാക്കുകൾ പ്രയോഗിച്ചും അദ്ദേഹത്തെ ഈ സമൂഹത്തിലൊരു മൗനത്തിൻ്റെ കരുത്തെന്താണ്, മൗനത്തിൻ്റെ സാധ്യതകൾ എന്താണെന്ന് കേരളത്തിലെ ജനതയെ പഠിപ്പിച്ചു എന്നത് മറ്റൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രായോഗിക ബുദ്ധിയുടെ ഒരു തലം വായിക്കുമ്പോൾ ഞാൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ആത്മകഥയിലാണ് വായിക്കുന്നത്. MT തെക്കേപ്പാട്ട് മെഡിക്കൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയിരുന്നുവെന്ന്. പൊതുവെ എഴുത്തുകാർക്ക് ബിസിനസ്സൊന്നും ചേരുന്നതല്ല. അതുപോലെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള പഠിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് ഭയമായിരുന്നു. ഡോക്ടറാവാൻ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ തൻ്റെ കഥയും നോവലുമൊക്കെ തൻ്റെ കയ്യിൽ നിന്ന് അകന്നു പോകുമോ എന്ന്. MT ആണ് പറഞ്ഞത്, ധൈര്യമായിട്ട് പോയി വരൂ, തിരിച്ചു വരുമ്പോഴും കഥയും കവിതയും കൂടെ ഉണ്ടാകും എന്ന്, കഥയൊക്കെ നോവലുമൊക്കെ കൂടെ ഉണ്ടാകും എന്ന്. അദ്ദേഹത്തിൻ്റെ സ്മാരകശിലകൾ എന്നുള്ള മനോഹരമായ പേര് കൊടുത്തതുപോലും MT വാസുദേവൻ നായരാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഞാൻ പത്രങ്ങളിൽ വായിച്ചത്. അദ്ദേഹം മാതൃഭൂമിയിൽ നിന്ന് ഇടക്കാലത്ത് മാറിയ കാലഘട്ടത്തിൽ അദ്ദേഹം സ്വന്തമായിട്ടൊരു പത്രം പോലും തുടങ്ങാനുള്ള ആലോചന നടത്തിയിരുന്നു. അപ്പോൾ MTയുടെ ഒരു പ്രായോഗിക തലത്തിലുള്ള ബുദ്ധി കൂടി ഒരുപക്ഷെ മറ്റൊരു എഴുത്തുകാരന് പോലും ഇതുപോലെ ഒരു തുഞ്ചൻ പറമ്പ് പോലുള്ള ഒരു സ്മാരകം ഭാഷയുടെ ആചാര്യൻ, പ്രത്യേകിച്ചും നമ്മുടെ പൊളിറ്റിക്കൽ കാലാവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ശക്തമായിട്ട് ഇടപെടുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായിട്ട് ഒരു സാംസ്കാരിക സ്ഥാപനമായിട്ട് ഇതിനെ നിലനിർത്താനും അതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും ഇന്ത്യയിലെയും കേരളത്തിലെയൊക്കെ പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരെ ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും ദിശാബോധത്തോടുകൂടി ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞതും MT വാസുദേവൻ നായർക്ക് മാത്രമുള്ള അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് സിദ്ധിയാണ്. ഒരുപക്ഷെ ആ ഒരു പ്രഭയിൽ വേണം ഇനി ഈ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാനെന്നും എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, വേഷം മാറാം, ഭാഷ മറക്കരുത്. എൻ്റെ കഥാപാത്രങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നതാണ്, പാരമ്പര്യം ഉള്ളിൽ സന്ധ്യാദീപം പോലെ കത്തണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നാട്ടിൽ ഞാനൊരു VIP അല്ല. നാട്ടിൽ പരസ്പരം മതിൽ കെട്ടുന്നതിലുള്ള തർക്കം മുതൽ കല്യാണങ്ങളുടെ ഉറപ്പേരും അങ്ങനെയുള്ള ചടങ്ങുകൾക്ക് പോലും വരുന്ന വാസുവേട്ടനാണ് എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ടോണി മോറിസൻ്റെ ഒരു പ്രസ്താവന പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വാക്കുകളെ ചൊടിപ്പിക്കുകയാണ് വേണ്ടത്. വാക്കുകളെ എങ്ങനെയാണോ മൂരിയെ അതിൻ്റെ വാലിൽ പിടിച്ച് ഉണർത്തുന്നത്, അതുപോലെയാണ് വാക്കുകളെ ചൊടിപ്പിച്ചുകൊണ്ട് വേണം എഴുതാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പം മൗനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സാഹിത്യത്തിൽ അത് ആവിഷ്കരിക്കാൻ പ്രയാസമില്ല, മൗനത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ പറ്റും, വ്യക്തി ജീവിതത്തിലും പറ്റും. പക്ഷേ സിനിമയിൽ മൗനത്തിൻ്റെ ഒരു സാധ്യതകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുപോലെ രണ്ടാമൂഴം രചിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വായനയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. S. ജയചന്ദ്രൻ നായരായിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ജയചന്ദ്രൻ നായർ പറയുന്നുണ്ട്, എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു രണ്ടാമൂഴം കലാകൗമുദി വാരികയിൽ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു എന്നത്. 1977 മുതൽ 82 വരെ വീണ്ട 5 വർഷത്തെ വായനയ്ക്ക് ശേഷമാണ് അദ്ദേഹം രണ്ടാമൂഴം രചിക്കുന്നത്. അതിന് തന്നെ അദ്ദേഹം അക്കാലത്തെ ആയുധങ്ങൾ എങ്ങനെയാണ്, അക്കാലത്തെ മനുഷ്യബന്ധങ്ങൾ എങ്ങനെയാണ്, അക്കാലത്തെ ലൈംഗിക ജീവിതം പോലും എങ്ങനെയാണ് എന്നൊക്കെ ശ്രദ്ധിക്കുന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ നിരന്തരം വായിച്ചുകൊണ്ട് സെക്ഷൽ ലൈഫ് ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ അതുപോലുള്ള അഥർവവേദത്തെക്കുറിച്ചൊക്കെയുള്ള വേദങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ഇതെല്ലാം വായിച്ചിട്ടാണ് കുട്ടനി മതത്തിൽ എങ്ങനെയാണ് ആഭരണങ്ങൾ, എങ്ങനെയാണ് ഭക്ഷണം, വേശ്യാവൃത്തി എങ്ങനെയാണ്, ഇതെല്ലാം കുറിച്ചുകൊണ്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരത വിവർത്തനം പല ആവൃത്തി വായിച്ചുകൊണ്ട്
അദ്ദേഹം പറയുന്നുണ്ട്, കോട്ടയ്ക്കൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ഒരു ഭാരതമുറി തന്നെയുണ്ട് അദ്ദേഹം വിവർത്തന കാലത്ത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ആ കഥാപാത്രങ്ങൾ എങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം 5 വർഷം നീണ്ട റിസർച്ചിന് ശേഷമാണ് അദ്ദേഹം അങ്ങനൊരു നോവൽ എഴുതുന്നത്. അദ്ദേഹം ഷൊർണൂർ TV-യിലിരുന്ന് ഇങ്ങനെ നിരന്തരം എഴുതുന്നത് കണ്ട് ഷൊർണൂർ TV-യിലെ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുകൊടുത്തിരുന്ന ആൾ, അദ്ദേഹം MT-യോട് ചോദിച്ചത്രേ, അങ്ങേക്ക് ഒരു സഹായിയെ വെച്ചുകൂടെ എന്ന്. അപ്പോൾ അത്രയും തീവ്രമായിട്ടുള്ള ഒരു അധ്വാനത്തിൻ്റെ ഉൽപ്പന്നമാണ് അദ്ദേഹത്തിൻ്റെ 2-ാം ഊഴം എന്ന് പറയുന്ന നോവൽ. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ നമ്മളിന്നും അതിനെ ആ കടൽ കറുത്ത് അങ്ങനെ തുടങ്ങുന്ന ആ വരി പോലും നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് പോലുമുണ്ട് ഒരു വൈവിധ്യം. അദ്ദേഹം പറയുന്നുണ്ട്, എന്നോട് പലപ്പോഴും ഞാൻ പത്രം ഓഫീസിലിരിക്കുമ്പോൾ, പത്രം ഓഫീസിലൊരു ചടങ്ങാണ്, ആരെങ്കിലും മരിക്കാൻ കിടന്നാൽ ആ മരിക്കാൻ കിടക്കുന്ന ആളെക്കുറിച്ച് അയാളുടെ ഉറ്റവരെ കൊണ്ട് എന്തെങ്കിലും സ്റ്റോറി എഴുതിക്കുന്നത്, അവരുടെ അനുസ്മരണ കുറിപ്പുകൾ രചിക്കുന്നത്. ഞാൻ ജോലി ചെയ്തിരുന്ന പത്രസ്ഥാപനത്തിൽ പണ്ടൊരു തമാശ പറയാറുണ്ട്. കെ കരുണാകരന് അപകടം പറ്റിയപ്പോൾ കെ കരുണാകരനെ കുറിച്ച് കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കളെ കൊണ്ടും ഓർമ്മക്കുറിപ്പ് എഴുതിച്ചു. എല്ലാവരും എഴുതി കൊടുത്തു. അത് കഴിഞ്ഞ് ആ കെ കരുണാകരൻ്റെ ഓർമ്മക്കുറിപ്പിൽ EK നായനാർ എഴുതി, ചടയൻ ഗോവിന്ദൻ എഴുതി, പിന്നെ ഞങ്ങളുടെ പത്രാധിപരായ KM മാത്യു ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് പേര് എഴുതി കെ കരുണാകരൻ്റെ ഓർമ്മക്കുറിപ്പ്. 93-ാമത്തെ വയസ്സിൽ കെ കരുണാകരൻ മരിക്കുമ്പോൾ കരുണാകരനെ ഓർത്ത മുഴുവൻ പേരും മരിച്ചു. കരുണാകരൻ മരിക്കുന്നതിന് ഞങ്ങളുടെ പത്രാധിപരുൾപ്പെടെ മരിച്ചു. അതിനുശേഷമാണ് കരുണാകരൻ മരിക്കുന്നത്. അപ്പോൾ പത്രം ഓഫീസിൽ ഇത്തരത്തിലുള്ള ഓർമ്മക്കുറിപ്പുകൾ ഈ മരണാനന്തരം പ്രസിദ്ധീകരിക്കാനുള്ള ഓർമ്മക്കുറിപ്പുകൾ സൂക്ഷിക്കുന്നത് നമ്മൾ സുഹൃതം സിനിമയിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹം രോഗം മാറി തിരിച്ച് തൻ്റെ കസേരയിലെത്തുമ്പോൾ തൻ്റെ ചരമവാർത്ത കണ്ട് ഞെട്ടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും അപ്രിയമായിട്ടുള്ള ഒരു സംഗതിയാണ്, അദ്ദേഹം പറയുന്നുണ്ട്, ബഷീർ വയ്യാതെ കിടക്കുമ്പോൾ ബഷീറിനെ കുറിച്ചൊരു അനുസ്മരണക്കുറിപ്പ് എഴുതി തരാൻ എന്നോട് പലരും ആവശ്യപ്പെട്ടു. പക്ഷെ ഞാനത് സമ്മതിച്ചില്ല. ഇത്തരം പ്രഹസനങ്ങൾക്ക് അദ്ദേഹം കൂട്ടുനിന്നില്ല. അത്തരത്തിലുള്ള ഒരു ചെയ്തിക്ക് അനുകൂലമല്ല. അദ്ദേഹം പറയുന്നുണ്ട്, മരണം പോലും അടൂർ ബാസിയും ബഷീറുമൊക്കെ സമയത്ത് പോലും അവർക്കൊരു നർമ്മബോധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത എന്നും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പോലും ഉണ്ട് വൈവിധ്യം. അദ്ദേഹം മരിച്ച അന്ന് കേരളത്തിൽ പത്രങ്ങളൊന്നും ഇറങ്ങാത്ത ദിവസമായിരുന്നു. ഡിസംബർ 25-നായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. പത്രങ്ങളൊക്കെ പ്രതിസന്ധിയിലായി. പത്രങ്ങൾക്കൊന്നും അദ്ദേഹത്തിൻ്റെ അന്ന് പത്രം പ്രസിദ്ധീകരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പത്രങ്ങളൊക്കെ അതിനുവേണ്ടി മാത്രം പത്രം ഓഫീസിൽ വന്ന് സ്പെഷ്യൽ സപ്ലിമെൻറ്റുകൾ ഇറക്കേണ്ട സാഹചര്യമുണ്ടായി. അപ്പോൾ അതൊരു പക്ഷേ അദ്ദേഹം എന്നെന്നും ഭയപ്പെട്ടതുപോലുള്ള ഒരു സംഗതി തന്നെയാണ് അവിടെ സംഭവിച്ചത്. അവസാനം അദ്ദേഹം മരണത്തെക്കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം ഹെമിംഗ്വേയുടെ ഒരു പ്രസ്താവന പറഞ്ഞുകൊണ്ടാണ്, ഏതൊരു കഥയും പൂർണ്ണമായി പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിലാണ് അവസാനിക്കുക. മരണത്തെ മാറ്റി നിർത്തി കഥ പറയുന്ന ആൾ കാഥികനുമല്ല എന്ന് പറയുന്ന ഡെത്ത് ഇൻ ദ ആഫ്റ്റർനൂൺ എന്നതിൽ ഹെമിംഗ്വേ പറയുന്ന ഈ ഒരു വരി പറഞ്ഞുകൊണ്ടാണ് മരണം അത്രമേൽ സാഹിത്യത്തിനും ജീവിതത്തിനും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതിയാണ്. ഋതുഭേദങ്ങൾ വരുന്നത് പോലെയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, മരണം കാത്തു കിടക്കുന്നവരുടെ മരണത്തെക്കുറിച്ചാണ് ഞാൻ കൂടുതലും എഴുതിയത്. എന്നെ ഏറ്റവും ഭയപ്പെടുത്തിയ സാഹിത്യത്തിലെ മരണം വേരുകളിലെ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ വേരുകളിലെ രഘുവിൻ്റെ മരണമാണ്. അതുപോലെ MP ശ്രീനിവാസൻ്റെ മരണച്ചടങ്ങിൽ സംബന്ധിച്ചതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആ മരണച്ചടങ്ങിൽ സംബന്ധിച്ച് അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ തമിഴ്നാട്ടിലെ രീതി അനുസരിച്ച് സ്ട്രീറ്റിലുള്ള ആളുകൾക്കൊന്നും MP ശ്രീനിവാസനെ അറിയില്ല. ഇതാരാണ് മരിച്ചത് എന്ന് ശവഘോഷയാത്രയിലെ ആളുകളോട് അന്വേഷിച്ച് ശ്രീനിവാസനാണ് മരിച്ചതെന്ന് അറിഞ്ഞപ്പോൾ, അയ്യോ ശ്രീനിവാസ നീ മരിച്ചല്ലോ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ആ തെരുവിലെ ആളുകൾ കൂടിയതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ വാരാണസി എന്ന് പറയുന്ന തൻ്റെ നോവൽ മരണത്തെക്കുറിച്ചുള്ള, മരണത്തിൻ്റെ സമയത്തും
അവിടെ പട്ടം പറത്തി കളിക്കുന്ന ഒരു കുട്ടിയുടെ ഇമേജ് MT എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിരന്തരം കൊണ്ടു നടക്കുന്ന ഒരു സംഗതിയാണ്. അതുപോലെ പുഴയുടെ മരണത്തെക്കുറിച്ചും അദ്ദേഹം ആശങ്കപ്പെടുന്നുണ്ട്. തൻ്റെ മഞ്ഞ് എന്ന് പറയുന്നത് പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും മരണമാണെന്ന് പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ മരണമാണ് നിർമാല്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഋതുക്കളിലൊന്നാണ് മരണം എന്ന് അദ്ദേഹം പറയുന്നു. അതിനകത്ത് നമുക്കൊരു നിയന്ത്രണവും സാധ്യമല്ല, അതിൻ്റെ പാട്ടിന് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ആ ജീവിതവും അതുപോലൊരൊഴുക്കിൽ അവസാനിക്കുകയായിരുന്നു. നന്ദി.